ഇപ്പോൾ കേരള ജമിയത്തുൽ-ഉലമയുടെ ഒരു 100 വർഷം തികയാണ്. അപ്പോൾ കേരളത്തിലെ മുജാഹിദുകളെ വഹാബികളെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകളെന്നും സലഫികളെന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ മുജാഹിദ് വിഭാഗത്തെ വിളിക്കാൻ ഇതിൽ ഏത് പേരായിരിക്കും വളരെ ആപ്റ്റായ ഒരു പേര് പറയുകയാണെങ്കിൽ? ഓരോ പേരും ഓരോ സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ സലഫികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവികരായ ആളുകൾ, അതായത് ഉത്തമ നൂറ്റാണ്ട് എന്ന് നമ്മൾ പറയും. അതായത് പ്രവാചകൻ ജീവിച്ച നൂറ്റാണ്ട്, പിന്നെ അതിനടുത്ത തലമുറ, പിന്നെ അതിനടുത്ത തലമുറ, ഈ 3 തലമുറ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളെ പിൻപറ്റുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് സലഫികൾ എന്ന് വിളിക്കുന്നത്. ഇസ്ലാഹ് എന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ആ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഒരു പേര് മുജാഹിദ് പ്രസ്ഥാനത്തെ നമ്മൾ വിളിക്കുന്നത്. മറ്റൊന്ന് വഹാബികൾ എന്നത് യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപമായി ആളുകൾ പറയുന്നതാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന നവോത്ഥാന പ്രവർത്തനം. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്ന ആശയമാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആളുകൾ, അതൊരു പുതിയ ആശയമാണ്, പുതിയ ഒരു ചിന്താഗതിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ പൗരോഹിത്യം വിളിച്ച ഒരു പേരാണ് വഹാബി എന്ന് പറയുന്നത്. സ്വീകാര്യമായ ഒരു പേരല്ല. അല്ല, നമ്മളത് അംഗീകരിക്കില്ല. സ്വീകാര്യമായ ഒരു പേരല്ല. അല്ല, നമ്മളത് അംഗീകരിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അബ്ദുൽ വഹാബ് അല്ല നമ്മുടെ ആശയ സ്രോതസ് എന്ന് പറയുന്നത്. നമ്മളത് അറിയണം. നമ്മൾ വഹാബികളല്ല എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രദേശമായ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരും ഭരണകൂടവും പറയുന്നു. നമ്മൾ വഹാബികളല്ല. നമ്മളത് അറിയണം. നമ്മൾ വഹാബികളല്ല എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രദേശമായ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരും ഭരണകൂടവും പറയുന്നു. നമ്മൾ വഹാബികളല്ല.